ഇന്ന് കഴിഞ്ഞ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ആൻസർ കീയിലേക്ക് പോകുന്നതിന് മുമ്പേ പറയാനുള്ളത്, +2 കുട്ടികളാരും റോബോട്ടുകളല്ല. അത് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കിയ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കുട്ടികളാരും റോബോട്ടുകളല്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത തവണ ഞാൻ എക്കണോമിക്സ് പ്രതീക്ഷിക്കുന്നു. എക്കണോമിക്സ് മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് നേരെ ആൻസർ കീയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ദേശീയ വരുമാനത്തിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. രണ്ടാമത്തെ ചോദ്യം, നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവ്. ഉത്തരം സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ശരാശരി സ്ഥിര ചെലവ് വക്രത്തിൻ്റെ ആകൃതി. ഉത്തരം റെക്ടാങ്കുലർ ഹൈപ്പർബോള, മട്ടകോണ അതിവലയം. നാലാമത്തെ ചോദ്യം, ഒരു പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ. ഉത്തരം AR = MR. സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി കമ്പോളത്തിൽ പ്രവേശിക്കുന്നതിനും ഒഴിഞ്ഞു പോകുന്നതിനും കഴിയുമെങ്കിൽ P = minimum.AC. ചോദനം പ്രധാനത്തേക്കാൾ കൂടുതലാണ് എങ്കിൽ സാഹചര്യം അമിത ചോദനം, എക്സസ് ഡിമാൻഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ദേശീയ വരുമാനം, നാഷണൽ ഇൻകം. മൊത്തം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം അടിസ്ഥാന വിലയിൽ ഉൽപ്പാദക ചെലവിലുള്ള GVA മൈനസ് അറ്റ ഉൽപ്പാദന നികുതികൾ. അതായത് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. M1 = കറൻസി പ്ലസ്. ഉത്തരം ദൈനംദിന നിക്ഷേപം, അതായത് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ C, MBS = 1 - MBC. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.